എടാ നീ സമയം ഒന്ന് നോക്കിക്കേ. 10 മിനിറ്റ് നിന്റെ വണ്ടി വരും. നീ ഒന്ന് ഇറക്കിക്കേ ഇത്. ഹായ് ഹലോ നമസ്കാരം. ആരെയാണ് രാവിലത്തെ കട്ടൻ ചായ കൂടി അങ്ങ് നിർത്തിയിട്ട് ഞാൻ പകരം ഇതാണ് കഴിക്കുന്നത്. ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൂട്ടിന് ഇവളും കൂടി ഉണ്ട്. ഇവക്ക് ഇത് നല്ല ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിച്ചു. അമ്മ ചൂട് ചായ തന്നതുകൊണ്ട് അതും കുടിച്ചു കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ജോലിയാണ് ഈ ചെറുക്കനെ ഇവിടുന്ന് കുത്തിപ്പൊക്കുക. അത് കഴിഞ്ഞ് പല്ലും തേപ്പിച്ച് ഞാൻ അവൻ്റെ ടിഫിനും എടുത്ത് വെച്ച് അവന് ഭക്ഷണവും കൂടെ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ പകുതി ജീവൻ അങ്ങ് അവസാനിക്കും ഗൈസ്. എടാ നീ സമയം ഒന്ന് നോക്കിക്കേ. 10 മിനിറ്റ് നിന്റെ വണ്ടി വരും. നീ ഒന്ന് ഇറക്കിക്കേ ഇത്. യാതൊട്ടും രാവിലെ നമ്മളെ മാക്സിമം വലിക്കും കേട്ടോ. അത് കഴിഞ്ഞ് സുന്ദരനായിട്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ വന്ന് ഉപ്പുമാവും കഴിച്ച് എൻ്റെ കുറച്ച് പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങി പോകുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ അമ്പാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സാധനം വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോൾ മടുത്തു. വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം അതേപടി അങ്ങ് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ കൊണ്ടുവന്നെടുത്ത് കഴിക്കുവാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നൊന്ന് ഉറങ്ങി. എഴുന്നേറ്റ് വന്നിട്ട് ബാക്കിയുള്ള സാധനം എല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഞാനൊരു കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചു. ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ മിറ്റം അടിച്ച് കുളിയും കഴിഞ്ഞ് ഞാൻ വിളക്കും കത്തിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ചക്കി വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഈ പറ്റിക്കൂടി ഇരിക്കുന്നത് അവനെ കൊണ്ട് പുറത്തു പോകാനുള്ള സോപ്പിടിയിലാണ് ഈ നടക്കുന്നത്.